ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിലെ ഏറ്റവും ശക്തമായ മനോഹരമായൊരു ത്രികോണ മത്സരം നടന്ന സ്ഥലമാണ് തൃശ്ശൂർ. കാരണം 3 സ്ഥാനാർത്ഥികളും പ്രവർത്തനം, അതിൻ്റെ ശുഷ്കാന്തി, താല്പര്യം, മാധ്യമശ്രദ്ധ, സാമൂഹ്യ മാധ്യമശ്രദ്ധ എന്ന കാര്യങ്ങളിൽ 3 പേരും 3 പാർട്ടികളും 3 മുന്നണികളും ഒരുപോലെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂർ വന്നപ്പോൾ തന്നെ വലിയൊരു മാധ്യമശ്രദ്ധ കിട്ടി. അദ്ദേഹത്തിനെ കൊണ്ടുവന്നത് തന്നെ തൃശ്ശൂരിൽ കോൺഗ്രസിനുണ്ടായ തിരിച്ചടി, ഒന്ന് പത്മജ കോൺഗ്രസ് വിട്ടുപോയി, മറ്റൊന്ന് പ്രതാപന് വിചാരിച്ചാൽ ജയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ, മറുവശത്ത് സുരേഷ് ഗോപി ശക്തനായി നിൽക്കുന്നു. ഇത്തരം പശ്ചാത്തലത്തിലാണ് മുരളീധരൻ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ വന്നത്. പക്ഷെ നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു BJPയുടെ സുരേഷ് ഗോപിയും ഇടതുപക്ഷ മുന്നണിയുടെ സുനിൽകുമാർ നാട്ടുകാരനാണ്. സുരേഷ് ഗോപി കഴിഞ്ഞ 2 തവണയായിട്ട് അവിടെ തെരഞ്ഞെടുപ്പിൽ നിന്നു, ലോക്സഭയിലും പിന്നീട് അസംബ്ലിയിലും. ലോക്സഭയിൽ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായ വലിയ വോട്ടുകളുണ്ടായി. അത് ഇത്തവണ അതിൽ കൂടുതൽ കൊണ്ടുവരാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്, മിഷണറിയും പ്രവർത്തിച്ചത്. പ്രധാനമന്ത്രി തന്നെ 3 പ്രാവശ്യം തൃശ്ശൂരിൽ വന്നതും ഈ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ മറുവശത്ത് മുരളീധരന് ആത്മവിശ്വാസക്കുറവുണ്ട് എന്ന് പൊതുവിലൊരു ചർച്ചയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഭാഗം വിശ്വസിക്കുന്നത് കോൺഗ്രസിൽ ഒരു ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യതയുണ്ടായി. അതിൻ്റെ കാരണം പ്രതാപൻ ആത്മാർത്ഥമായിട്ട് പിന്മാറി എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെ പിന്തുണച്ചിരുന്ന ഒരു ഭാഗം അതിൽ തൃപ്തരല്ല എന്നും അവരുടെ ക്രോസ് വോട്ടിംഗ് BJPക്കോ അല്ലെങ്കിൽ CPI സ്ഥാനാർത്ഥിക്കോ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള സംശയമാണ്. ഈ 2 കാര്യങ്ങൾ, ഈ 2 മുന്നണികൾക്കും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ മുരളീധരൻ വിജയിക്കുന്ന കാര്യം സംശയമാണ്. അതുകൊണ്ടാണ് തൃശ്ശൂരിലെ ത്രികോണ മത്സരത്തിൽ ആരാണ് 2, 3 സ്ഥാനാർത്ഥികൾ, ആരാണ് ഒന്നാമത് വരുന്നത് എന്നുള്ളത് അപ്രവചനീയമായി നിൽക്കുന്നത്. 3 പേരും ഒരുപോലെ മിഷണറി തയ്യാറാക്കി പ്രവർത്തിച്ചു. സുനിൽകുമാറിന് അവിടെ നാട്ടുകാരൻ എന്നുള്ള ആ ഒരു ഗുഡ് ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ കരിഷ്മയും അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളുമെല്ലാം ആ നാട്ടിലെ ജനങ്ങൾക്ക് വളരെയധികം പ്രിയനാക്കി. BJPക്ക് തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ മുഴുവൻ വലിയൊരു ശക്തിയല്ല പരമ്പരാഗതമായി എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഉൾപ്പെടെ പാർട്ടിയുടെ മിഷണറിയുടെ പിന്തുണയും പ്രധാനമന്ത്രിയുടെ പിന്തുണയും എല്ലാം വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ കാൻഡിഡേറ്റർഷിപ്പിന് വലിയൊരു ഫോർമിഡബിൾ സ്ഥാനമുണ്ടായി. അതേപോലത്തെ ഒരു ലീഡർഷിപ്പ് കൊണ്ടുവരാൻ, അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരാൻ മുരളീധരൻ കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ മാറ്റി മുരളീധരൻ വന്നപ്പോൾ അദ്ദേഹത്തിനൊരു ഹൈപ്പ് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മുരളീധരൻ തൃശ്ശൂർ ജില്ലയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. കരുണാകരൻ്റെ വീട് അവിടെയായിരുന്നു. ഇപ്പോഴും ബന്ധങ്ങൾ അവിടെയുണ്ട്. അദ്ദേഹം മുരളീധരൻ അവിടെ മത്സരിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. കരുണാകരൻ അവിടെ മത്സരിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ അങ്ങനെ ആരുടെയും ഒരു കുത്തക സീറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഷിഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടാണ് തൃശ്ശൂരിനെ കാണേണ്ടത്. CPI പലപ്പോഴും ജയിച്ചൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പോൾ 3 പേർക്ക് സാധ്യതയുള്ളൊരു മണ്ഡലം എന്നുള്ള നിലയിൽ ആ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിൽ സുരേഷ് ഗോപിക്ക് കൂടുതൽ ഒരു മുന്നേറ്റം ലഭിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ കൂടി കാണുകയും ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ പൂരത്തിന് ശേഷമുണ്ടായ സംഭവങ്ങൾ അലങ്കോലമായി എന്ന് കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ അവസാന ഘട്ടം, അത് വിവാദങ്ങൾക്ക് വഴിയുണ്ടാവുകയും ആ വിവാദത്തിൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടായത് മുരളീധരനാണ്. അതായിരിക്കാം അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാകാൻ കാരണം. മറ്റ് 2 പേർക്കും അതില്ല. കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിന് കിട്ടേണ്ട സീറ്റുകൾ ഒരുപക്ഷെ BJPക്ക് പോയി എന്ന് പറയാം. പക്ഷെ സുനിൽകുമാറിനും കുറച്ച് ആത്മവിശ്വാസക്കുറവ് വരേണ്ടതായിരുന്നു. കാരണം ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു നിലപാടാണല്ലോ തൃശ്ശൂർ പൂരം നേരെവണ്ണം നടന്നില്ല എന്നുള്ള ആക്ഷേപം വന്നപ്പോൾ. അപ്പോൾ അത് സുനിൽകുമാറിൻ്റെ വോട്ടിനും ബാധിക്കുമെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ 2 സാഹചര്യങ്ങളിലാണ് സുരേഷ് ഗോപിക്കുള്ള വിജയസാധ്യത നേരത്തെ ചൂണ്ടിക്കാണിക്കാൻ കാരണമായത്. അപ്പോൾ ഈ ഘടകങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ 3 പേരും ഒരുപോലെ ശക്തരായി നിൽക്കുകയും അതേസമയം BJP ഇത്തവണ ഒരു എക്സ്ട്രാordinary ഇൻട്രസ്റ്റ് തൃശ്ശൂർ ലോക്സഭയ്ക്ക് പ്രത്യേകിച്ച് കാണിക്കുകയും ചെയ്തപ്പോൾ മുരളീധരൻ്റെ ആ ഒരു ആത്മവിശ്വാസക്കുറവിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അത്ര എളുപ്പമല്ല മുരളീധരന് തൃശ്ശൂരിൽ നിന്ന് ജയിക്കാൻ. കാരണം ഈ ത്രികോണ മത്സരത്തിൻ്റെ ലാക്ക് അവസാന ഘട്ടത്തിൽ പോയത് മറ്റു വഴിക്കാണ്. പ്രത്യേകിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം ഇടതുപക്ഷത്തിനെ ഹോണ്ട് ചെയ്യുമ്പോൾ തൃശ്ശൂരിലുണ്ടാകുന്ന പ്രശ്നങ്ങളും സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും വൈകി വന്ന തീരുമാനവും അതിനുശേഷം പ്രതാപൻ്റെ തന്നെ ഒരു ഭാഗം അദ്ദേഹത്തിനെ പിന്തുണച്ചില്ല എന്ന്, പിന്നീട് KPCCയിൽ അങ്ങനെ ഒരു വാദമുണ്ടായെന്ന് നിഷേധിക്കുകയൊക്കെ ചെയ്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് മുരളീധരൻ്റെ ഉത്കണ്ഠയ്ക്ക് കുറച്ച് സാങ്കത്യമുണ്ട്.
അതുകൊണ്ടാണ് ബി ജെ പിയുടെ വിജയസാധ്യത അവിടെ കാണുന്നു എന്ന് പറയാൻ നിർബന്ധിതമാകുന്നത്.